Hello everyone, welcome to Jupiter Class 8. It's me, Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പറിന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മൂവ്മെന്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണം എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞോ? 2, നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ മൊത്തം എടുത്തിട്ടുണ്ട്? 3, നിങ്ങൾ എത്ര ചാപ്റ്റർ ഓണം എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്? ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ, ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എർത്തിന്റെ റൊട്ടേഷൻ, ഭൂമിയുടെ ഭ്രമണത്തിന്റെ പ്രത്യേകതയും, ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊറിയോളിസ് ഫോഴ്സ് അല്ലെ, എന്താണ് കൊറിയോളിസ് ബലം, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഭ്രമണവും അതേപോലെ തന്നെ കൊറിയോളിസ് ഫോഴ്സ് അഥവാ കൊറിയോളിസ് ബലവും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒന്നാണെന്ത്, പെരിലിയനും ആഫിലിയനും, സൗരസമീപകവും സൗരോച്ചവും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റാ. പിന്നെ അടുത്തത് ഇത് 3 ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. ഏതൊക്കെയാണ്? ഇക്വിനോക്സസ്, വിഷുവങ്ങൾ, സമ്മർ സോൾസ്റ്റേസ്, ഗ്രീഷ്മ അയനാദ ദിനം, വിൻ്റർ സോൾസ്റ്റേസ്, ശൈത്യ അയനാദ ദിനം. ഇത് 3 പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിനോക്സസ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കും. സ്പ്രിംഗ് ഇക്വിനോക്സസും ഉണ്ട്, ഓട്ടം ഇക്വിനോക്സസും ഉണ്ട് അല്ലേ. വസന്ത വിഷുവും ഉണ്ട്, ശരത് വിഷുവും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാദ ദിനം. അതേപോലെ തന്നെ എന്തുണ്ട്, വിൻ്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാദ ദിനം. ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, സീസൺസ് അഥവാ ഋതുക്കളാണ്. ഇതിൽ 2 സീസൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടം ആൻഡ് സ്പ്രിങ്. ശരത്തും വസന്തവും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സമ്മറും ഉണ്ട്, നോക്കി വെക്കുക. പിന്നെ മക്കളുടെ ടൈമുകളാണ് ലോക്കൽ ടൈംസ്, പ്രാദേശിക സമയമുണ്ട്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രീൻവിച്ച് ടൈം, ഗ്രീൻവിച്ച് സമയം നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. അതിലൂടെ ടൈം കാൽക്കുലേഷൻ, സമയം എങ്ങനെയാണ് കണക്കാക്കുക, ഗ്രീനിഷിന്റെ ടൈം തന്നിട്ട് ഓരോ ലോഞ്ചിറ്റ്യൂഡ്, ഓരോ രേഖാംശ രേഖയിലെയും സമയം എങ്ങനെയാണ് കണക്കാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വെക്കണേ. ഗ്രീനിഷിന്റെ ടൈം നിങ്ങൾക്ക് തരും, എന്നിട്ട് ഓരോ ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഓരോ രേഖാംശ രേഖയിലെയും സമയം എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണേ. ഗ്രീനിച്ച് ടൈമിലെ അല്ലെങ്കിൽ ഗ്രീനിച്ചിലെ സമയം നിങ്ങൾക്ക് തന്നിട്ട് ഓരോ ലോഞ്ചിറ്റ്യൂഡ്, വെസ്റ്റും ഈസ്റ്റും പടിഞ്ഞാറും കിഴക്കുള്ള ഓരോ രേഖാംശ രേഖയിലെയും സമയം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. പിന്നെ ശ്രദ്ധിക്കണേ. ആൻഡ് അടുത്തത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്? 1, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഗ്രീൻവിച്ച് ടൈം, ഗ്രീനിച്ച് സമയം. ഇക്വിനോക്സ്, സമ്മർ സോൾസ്റ്റേസ് ആൻഡ് വിൻ്റർ സോൾസ്റ്റേസ് അല്ലേ. ഗ്രീഷ്മ അയനാദ ദിനം, ശൈത്യ അയനാദ ദിനം, വിഷുവങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. ശ്രദ്ധിക്കണം, ഇക്വിനോക്സസ്, വിഷുവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ സോൾസ്റ്റേസ്, ഗ്രീഷ്മ അയനാദ ദിനം ഇമ്പോർട്ടൻ്റ് ആണ്. വിൻ്റർ സോൾസ്റ്റേസ്, ശൈത്യ അയനാദ ദിനം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീനിച്ച് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറിയോളിസ് ഫോഴ്സ് അഥവാ കൊറിയോളിസ് ബലം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഈ മൊത്തം ടോപ്പിക് പഠിക്കണം കേട്ടോ, ചാപ്റ്റർ മൊത്തം പഠിക്കണം. പക്ഷേ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂൾ എടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഈ ടോപ്പിക്കിൽ ഏതൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മക്കളെ, നിങ്ങൾക്ക് ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എക്സാം നടക്കാൻ പോവുകയാണ്. ഓണം എക്സാമിന് ശേഷമുള്ള ബാച്ച്, പിന്നെ നിങ്ങൾക്ക് ശേഷമുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ യൂട്യൂബിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എഡ്യൂപോഡിൻ്റെ ആപ്പിനെയാണ്. യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എഡ്യൂപോഡിൻ്റെ ആപ്പിലാണ്. എഡ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും, ഓക്കെ ആകും, റെഡി ആവും. അപ്പോൾ നിങ്ങൾ എഡ്യൂപോഡിൻ്റെ ആപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ എഡ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കാരണം യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓണം എക്സാം അതിനുശേഷം അങ്ങോട്ടേക്കുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ സെറ്റാക്കി തരും എഡ്യൂപോഡിൻ്റെ ബാച്ചിലാണ്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എഡ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.